നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മഞ്ജു, ആ ഗിരീട്ടാ, ഞാൻ അടുക്കളയിലാ. എന്തിനാ ഗിരീട്ടാ വെറുതെ ബുദ്ധിമുട്ടാൻ നിന്നത്? ഞാൻ തന്നെ പോയി വാങ്ങുമായിരുന്നല്ലോ. വെറുതെ വയ്യാത്ത കയ്യും വെച്ച്. ഈ വലത്തെ കയ്യില് ചെറിയൊരു മുറിവുണ്ടെന്ന് വെച്ച് നീ എന്നെ മാറ്റി നിർത്തല്ലേ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന വല്ല പണിയുണ്ടെങ്കിൽ താ. ഗിരിയേട്ടന് ഒന്നും ചെയ്യണ്ട, ഇത് കൊണ്ടാക്കി കഴിയുമ്പോ കഴിച്ചാ മതി. എന്നാലും അങ്ങനെയല്ലല്ലോ, എനിക്ക് ജോലി എന്തെങ്കിലും താ. ശരി, ഇപ്പൊ വാങ്ങിച്ചോണ്ട് വന്ന പച്ചക്കറി ഒന്ന് കഴുകി വൃത്തിയാക്കി താ. ഇത് സിമ്പിൾ കാര്യമല്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. മാറ്. തീരെ വയ്യാത്ത ഇവനെ കൊണ്ട് ഈ ജോലിയും കൂടെ എടുപ്പിക്കാനാണോ നീ ലീവ് എടുത്തത്? അയ്യോ അമ്മ, ഞാൻ ഒന്നും മിണ്ടണ്ട. നിനക്ക് കുറച്ചു ദിവസം വീട്ടിൽ സുഖമായിട്ട് കഴിയാനല്ലേ നീ ലീവ് എടുത്തത്, അല്ലാതെ ഇവന് വയ്യാതിരിക്കുന്നത് കൊണ്ടൊന്നും അല്ല. അങ്ങനെയൊന്നും പറയരുതമ്മേ. ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാ മഞ്ജു എന്നെ ജോലി ചെയ്യാൻ സമ്മതിച്ചത്, അല്ലാതെ ഇവൾ എന്നെ ജോലി ചെയ്യാൻ നിർബന്ധിക്കായിരുന്നില്ല. ഓ, അല്ലെങ്കിലും ഇപ്പോ ഇവളെ ന്യായീകരിക്കാൻ നിനക്ക് 100 നാവാണല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്യടാ. അതെ, അമ്മ പറയുന്നത് കേട്ട് നീ വിഷമിക്കണ്ട. നമുക്കേ ജോലി ചെയ്യാം. എത്തിയോ? പിടിച്ചേ. അതെ, ഇതിനൊക്കെ എന്നാ തീ പിടിച്ച വിലയാന്നറിയാവോ? നിന്നോട് ഞാൻ മര്യാദക്ക് പറഞ്ഞതല്ലേ എല്ലാ സാധനങ്ങളും മുന്നേ പോയി വാങ്ങിച്ചോണ്ട് വരണോന്ന്. അനുഭവിച്ചോ? ഗിരിയെ മഞ്ജുവിനെ ക്ഷണിച്ചില്ലേ? ഞാനിന്ന് രാവിലെ കൂടി വിളിച്ചതാ. എന്നാലും രാത്രി ഒന്നും കൂടി വിളിച്ചേക്കാം. അതെ, കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ആദ്യത്തെ ഓണമാ. ഒന്നിനും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഭാഗത്തൊരു കുറവുണ്ടാവില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അമ്മയുടെ ഓർഡർ. ഇത് കൊറേ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടല്ലോ അമ്മേ. ഓണമല്ലേടാ. എന്നാ പിടിച്ച് ഇവിടെ. ഓണ ഞാനിതൊന്ന് കൊണ്ടുവച്ചിട്ട് വരാവേ. അല്ലടോ, താനിപ്പോഴും ഡ്യൂട്ടിയിലാണോ? തനിക്ക് ഓണത്തിന് ലീവ് ഒന്നുമില്ലേ? ഞങ്ങൾക്ക് അങ്ങനെ ലീവൊന്നുമില്ല വക്കീലെ. വേണമെങ്കിൽ കാശ് കളഞ്ഞിട്ട് എടുക്കണം. അങ്ങനെ ആഘോഷിക്കാനുള്ള മൂടൊന്നുമില്ല. അതെന്താ മോളെ, ഓണം നമ്മള് മലയാളികളെ അഭിമാനത്തോടെ ആഘോഷിക്കുന്ന ഒന്നല്ലേ, അതിനൊരു മൂടൊക്കെ വേണോ? അയ്യോ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞല്ലമ്മേ. ഓണം ശരിക്കും ഒരു ആഘോഷം ആവണമെങ്കിൽ കുടുംബം കൂടെ ഉണ്ടാവണ്ടേ. അച്ഛനോ ചേച്ചിയോ ഇപ്പൊ എന്റെ കൂടെ ഇല്ല. ചേട്ടനാണെങ്കിൽ നല്ല അന്തസ്സായിട്ട് എല്ലാവരെയും പറ്റിച്ച് ഓസ്ട്രേലിയയിലേക്ക് കടന്നു. സ്വന്തം എന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നൊരു വീടും ആ കാലമാടം വിറ്റു. ആ ഹോസ്റ്റൽ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പൊ ശരിക്കും പെരുവഴിയിലാവേണ്ടതാ. അങ്ങനെയുള്ള ഞാനൊക്കെ എന്തിനാ ഓണം ആഘോഷിക്കുന്നെ? അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത് മോളെ. നമ്മൾ ഓണം ആഘോഷിക്കുന്നത് നല്ലൊരു നാളേക്ക് വേണ്ടി കൂടെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തും നടക്കുമെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ജീവിക്കാനൊരു സുഖമൊക്കെ ഉണ്ടാവൂ. എനിക്കിപ്പോ വലിയ പ്രതീക്ഷകളൊന്നുമില്ലമ്മേ. എങ്ങനെയെങ്കിലും എൻട്രൻസ് പാസ്സാവണം. അത് അച്ഛന്റെയും ചേച്ചിയുടെയും വലിയൊരു ആഗ്രഹം. എന്താ തനിക്ക് സ്വന്തമായിട്ട് ആഗ്രഹമൊന്നുമില്ല? ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാ മതി. അതൊന്നും പോരാ. താൻ എന്ത് നേടണമെന്ന് വിചാരിച്ചാലും അത് നടക്കും. അതിന്റെ കഴിവ് തനിക്കുണ്ട്. വെറുതെ ഇങ്ങനെ ശോകമായിട്ടിരുന്നാലേ അത് നടക്കാണ്ട് പോകും.
അല്ല, തനിക്ക് വീട് വേണ്ട വിഷമമാണോ? എടോ, ഇത് ഞങ്ങളുടെയും സ്വന്തം വീടൊന്നുമല്ല, വാടക വീടാ. പറഞ്ഞു വരുമ്പോ നമ്മൾ തുല്യ ദുഃഖിതരാ. പക്ഷെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാറില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ. അതാണ് ഞങ്ങളുടെ പോളിസി. ജീവിതം നമ്മൾ ആസ്വദിച്ച് സന്തോഷത്തോടെ ജീവിക്കണം മോളെ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെല്ലാം എന്റെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ എങ്ങനെ സന്തോഷിക്കാനാ അമ്മേ? ദേ, എനിക്ക് ഈ മഹിമ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. മറ്റേ മഹിമയില്ലേ, അത് നല്ല പുഷിലുള്ള പെൺകുട്ടിയാ. ഇതൊരുമാതിരി ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് കരിയുന്ന തൊട്ടാവാടി. ആളുകളെ കാണിക്കാൻ വെറുതെ ധൈര്യം ഉണ്ടെന്ന് അഭിനയിക്കാ വക്കീലെ. ഞാനും ഒരു പെണ്ണല്ലേ. സങ്കടവും ദേഷ്യവും പേടിയും ഒക്കെ എനിക്കുണ്ട്. പക്ഷേ അത് പുറത്തു കാണിച്ച ഞാൻ ദുർബലയാണെന്ന് എല്ലാവർക്കും തോന്നും. അങ്ങനെ തോന്നിയ പിന്നെ ചവിട്ടി താഴ്ത്താൻ ഒരു 100 പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അവരെയൊക്കെ നിലയ്ക്ക് നിർത്താന് ഈ ധീര വനിതയായിട്ടുള്ള അഭിനയം. അയ്യോ, സംസാരിച്ചെന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ ഇറങ്ങട്ടെ, കൊറേ ജോലിയുള്ളതാ. ശരി. ആ മോളെ, അതെ, നാളെ ഇവിടെ ചെറിയൊരു ആഘോഷമൊക്കെ ഉണ്ട്. മഞ്ജുഗിരിയൊക്കെ വരുന്നുണ്ട്. മോള് വരില്ലേ? വരാം. അപ്പൊ ശരി, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പാവം, എന്തുമാത്രം വിഷമാ കുട്ടി സഹിക്കുന്നേ. അവൾ എങ്ങനെയെങ്കിലും ആ എൻട്രൻസ് എക്സാം ഒന്ന് പാസ്സായാ മതിയായിരുന്നു, അല്ലേടാ? മഞ്ജു ലീവ് എടുത്തേ ഗിരിയെ ശുശ്രൂഷിക്കാനുള്ള പരിപാടിയാ. അവള് ഗിരിയെ ചാക്കിലാക്കാൻ പറ്റിയ അവസരമായിട്ടാ ഇതിനെ കാണുന്നേ. ഗിരി പരിക്ക് പറ്റി കിടക്കുന്ന കാരണം അവളെ ആശ്രയിക്കാതെ പറ്റില്ലല്ലോ. അവളത് നന്നായി മുതലെടുത്ത് ഗിരിയുടെ മനസ്സിലൊരു സ്ഥാനം പിടിച്ചെടുക്കും. അവൾക്ക് ഈ അവസരം ഒരുക്കി കൊടുത്തത് നീയാണ്. നീ ആ ഗ്യാസ് ലീക്ക് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കോ? അയ്യോന്ന് പതുക്കെ പറ ബാനുമേ. മഞ്ജു ഗിരി കേട്ട ആകെ പ്രശ്നവും. ഗിരി അറിഞ്ഞ ചീത്ത പറയുള്ളൂ. മറ്റവൾ അറിഞ്ഞ വല്ല കേസ് കൊടുക്കും. പിന്നെ പുറലോകം കാണാൻ എനിക്കൊരു ആയുസ് മുഴുവനുണ്ട്. എന്റെ കണക്ക് കൂട്ടലുകൾ ചെറുതായിട്ടൊന്ന് പാളിയാ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഗിരി അബദ്ധത്തിൽ കേറിയില്ലായിരുന്നെങ്കിൽ അവന്റെ സ്ഥാനത്ത് ഇപ്പൊ കിടക്കേണ്ടത് മഞ്ജു ആയിരുന്നേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ അവളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ അത് മിസ്സായത് കൊണ്ടാണ് ഞാൻ അവളെ പേടിച്ച് നടക്കേണ്ടി വരുന്നത്. ഇത്രയും പേടിയുള്ള നീയാണോ മഞ്ജുവിന് പണി കൊടുക്കാൻ ഇറങ്ങി തിരിച്ചത്? എങ്കിൽ അതെങ്കിലും നീ വൃത്തിയായിട്ട് ചെയ്യുവോ? അതും ഇല്ല. പാവം എന്റെ മോനെ അപകടത്തിൽപ്പെടുത്തിയപ്പോ നിനക്ക് സമാധാനായില്ലേ? അങ്ങനെ പറയണെങ്കിൽ എനിക്കും പറയാം. ബാനുമ്മയെ ആകെ ഏൽപ്പിച്ച പണി ഗിരി എവിടെന്ന് മാറ്റി നിർത്തണം എന്നുള്ളതാണല്ലോ. ബാനുമ്മ എന്നിട്ട് അതുപോലും ചെയ്തില്ലല്ലോ. അവൻ കൃത്യസമയത്ത് വന്നോണ്ടല്ലേ എല്ലാം കുളമായത്. അതെ, നമ്മൾ പരസ്പരം കുറ്റം പറഞ്ഞതിന്റെ ഒരു കാര്യമില്ല. ഒരു കാര്യം ഉറപ്പാ, മഞ്ജു ലീവ് എടുത്ത് ഗിരിയെ നോക്കാൻ നിന്നാൽ അവര് തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവും. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? അവളോട് ലീവ് എടുക്കണ്ടെന്ന് പറയണോ? പറയണം. ഗിരിയെ ബാനുമ്മ നോക്കിക്കൊള്ളാന്ന് അങ്ങ് സമ്മതിക്കണം. എന്നിട്ട് അവളെ ജോലിക്ക് തിരിച്ചു കയറാൻ നിർബന്ധിക്കണം. അവള് സമ്മതിച്ചില്ലെങ്കിൽ ജോലിയാണ് വലുത്, അച്ഛന്റെ പേര് കളയരുത് എന്നൊക്കെ പറഞ്ഞ് അവളെ ഇമോഷണൽ ആക്കണം. ഭാനുമ്മ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെന്ന് അവൾ വിശ്വസിക്കണം. എന്നാലേ അവള് ജോലിക്ക് തിരിച്ചു കയറും. അവൾ ജോലിക്ക് പോയാൽ നമുക്ക് അവൾക്കെതിരെ ഗിരിയുടെ അടുത്ത് പറയാൻ ഒരു വിഷയം കിട്ടും. എന്ത് വിഷയം?
ഗിരി ജീവന് മീതെ കളിച്ച് രക്ഷിച്ചിട്ടും മഞ്ജുവിന് അതിന്റെ ഒരു നന്ദി പോലും ഇല്ലാതെ അവൾ ജോലിക്ക് പോയെന്ന് അവന് തോന്നില്ലേ? അവൾക്ക് ഭർത്താവിനേക്കാൾ വലുത് ജോലിയാണെന്ന് നമുക്ക് വരുത്തി തീർക്കാൻ പറ്റും. അത് കൊള്ളാം. അവനത് വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. മഞ്ജു ഗിരിയെ ചതിച്ചതുപോലെ അവന് തോന്നും. മഞ്ജുവിന്റെ ജോലി കാരണം അവർക്കിടയിൽ അകലം സംഭവിക്കുന്നത് പോലെ ഗിരിക്ക് തോന്നാനിടയുണ്ട്.